1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി സി. അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ആഭ്യന്തരമന്ത്രി കെ. കരുണാകരൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ N. വാഞ്ചു. കെ. കരുണാകരൻ. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ. കരുണാകരൻ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി കെ. കരുണാകരൻ. ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മന്ത്രിസഭ 1977 കെ. കരുണാകരൻ മന്ത്രിസഭ. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ സ്ഥാപകൻ കെ. കരുണാകരൻ. ഏറ്റവും കൂടുതൽ അവിശ്വാസ പ്രമേയങ്ങൾ നേരിട്ട മുഖ്യമന്ത്രി കെ. കരുണാകരൻ. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ. കരുണാകരൻ. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് കെ. കരുണാകരൻ. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി ഈച്ചര വാര്യർ. രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈച്ചര വാര്യർ രചിച്ച പുസ്തകം ഒരു അച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. എ. കെ. ആന്റണി. തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി എ. കെ. ആന്റണി. കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം കേന്ദ്രമന്ത്രിയായ ആദ്യ വ്യക്തി എ. കെ. ആന്റണി. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി എ. കെ. ആന്റണി. പഞ്ചായത്തി രാജ് നിയമം പാസാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി കെ. കരുണാകരൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി എ. കെ. ആന്റണി. പി. കെ. വാസുദേവൻ നായർ. തിരുവിതാംകൂർ വിദ്യാർത്ഥി യൂണിയൻ്റെ അധ്യക്ഷനായിരുന്ന മുൻ മുഖ്യമന്ത്രി പി. കെ. വാസുദേവൻ നായർ. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡെമോക്രാറ്റിക് യൂത്ത് എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് പദവി വഹിച്ച കേരള മുഖ്യമന്ത്രി പി. കെ. വാസുദേവൻ നായർ. സി. എച്ച്. മുഹമ്മദ് കോയ. മുഖ്യമന്ത്രി ആയതിനു ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തി സി. എച്ച്. മുഹമ്മദ് കോയ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി സി. എച്ച്. മുഹമ്മദ് കോയ. MLA, MP, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, സ്പീക്കർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി സി. എച്ച്. മുഹമ്മദ് കോയ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നത് സി. എച്ച്. മുഹമ്മദ് കോയ. സി. എച്ച്. മുഹമ്മദ് കോയയുടെ പ്രധാന കൃതികൾ ഞാൻ കണ്ട മലേഷ്യ, എൻ്റെ ഹജ്ജ് യാത്രകൾ. ഇ. കെ. നായനാർ. കയ്യൂർ, മൊറാഴ സമരങ്ങളിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ഇ. കെ. നായനാർ. ഇ. കെ. നായനാർ ആദ്യമായി കേരള മുഖ്യമന്ത്രിയായത് ഏത് വർഷം? 1980. കേരളത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി ഇ. കെ. നായനാർ. തൊഴിലാളി ക്ഷേമ മേഖലയിൽ പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഇ. കെ. നായനാർ. ഇ. കെ. നായനാർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭർണശ്ശേരി, കണ്ണൂർ. വി. എസ്. അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി. എസ്. അച്യുതാനന്ദൻ. പൂർണ്ണനാമം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. പ്രധാന രചനകൾ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. സമരത്തിന് ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല. 4ാമത്തെ കേരള ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ വി. എസ്. അച്യുതാനന്ദൻ. ആത്മകഥ സമരം തന്നെ ജീവിതം. കാലാവധി പൂർത്തിയാക്കിയ കേരള മുഖ്യമന്ത്രിമാർ സി. എച്ച്. അച്യുതമേനോൻ 1970 മുതൽ 77 വരെ. കെ. കരുണാകരൻ 1982 മുതൽ 87 വരെ. എ. കെ. നായനാർ 1996 മുതൽ 2001 വരെ. വി. എസ്. അച്യുതാനന്ദൻ 2006 മുതൽ 2011. ഉമ്മൻചാണ്ടി 2011 മുതൽ 2016. പിണറായി വിജയൻ 2016 മുതൽ 2021. ഉമ്മൻചാണ്ടി. മികച്ച പൊതുപ്രവർത്തനത്തിനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ച കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികൾ ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിൻ്റെ ഗുൽസാരി, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ.
ഉമ്മൻചാണ്ടിയെക്കുറിച്ച് PT ചാക്കോ എഴുതിയ ജീവചരിത്രം. തുറന്നിട്ട വാതിൽ. പിണറായി വിജയൻ കേരളത്തിൻ്റെ 23ാമത്തെ മുഖ്യമന്ത്രി. പിണറായി വിജയൻ 15ാം നിയമസഭയിലേക്ക് പിണറായി വിജയൻ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ധർമ്മടം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഴ്ചയിൽ ഒരിക്കൽ ജനങ്ങളുമായി സംവദിക്കുന്ന ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ട്. പിണറായി വിജയൻ്റെ പ്രധാന പുസ്തകങ്ങൾ: നവകേരളത്തിലേക്ക്, കേരള ചരിത്രവും വർത്തമാനവും, ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും. ലണ്ടൻ ഓഹരി വിപണി വ്യാപാരത്തിന് തുറന്നുകൊടുത്ത ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്ഭവന് പുറത്തുവച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിമാർ പുസ്തകങ്ങൾ: EK നായനാർ, മൈ സ്ട്രഗിൾ, അറേബ്യൻ സ്കെച്ചുകൾ, എൻ്റെ റഷ്യൻ ഡയറി. VS അച്യുതാനന്ദൻ്റെ പുസ്തകങ്ങൾ: സമരത്തിന് ഇടവേളകളില്ല, സമരം തന്നെ ജീവിതം, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. K കരുണാകരൻ്റെ പുസ്തകങ്ങൾ: പതറാതെ മുന്നോട്ട്. PK വാസുദേവൻ നായർ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. CH മുഹമ്മദ് കോയ, എൻ്റെ ഹജ്ജ് യാത്ര, ഞാൻ കണ്ട മലേഷ്യ. C അച്യുത മേനോൻ, എൻ്റെ ബാല്യകാല സ്മരണകൾ, സ്മരണയുടെ ഏടുകൾ, കേരളം പ്രശ്നങ്ങളും സാധ്യതകളും. ഉമ്മൻചാണ്ടി, കേരളത്തിൻ്റെ ഗുൽസാരി, പോരാട്ടത്തിൻ്റെ ദിനരാത്രങ്ങൾ, മറുപടി കിട്ടാത്ത കത്തുകൾ. പിണറായി വിജയൻ നവകേരളത്തിലേക്ക്, കേരളം ചരിത്രവും വർത്തമാനവും, ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ആദ്യ കേരളീയ വനിത ജാനകി രാമചന്ദ്രൻ.